ആഗമനകാലം 2-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1 26 മുതൽ 38 വരെ. വിചിന്തനം: ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ. പിന്നിട്ടൊരാഴ്ചക്കാലം ഞാൻ എന്റെ വാർഷിക ധ്യാനം ഇവിടെ നടത്തുകയായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. ഈ ധ്യാന ദിവസങ്ങളിൽ ചില വ്യത്യാസപ്പെട്ട ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. അവകളിൽ ഒന്നിനെ സംബന്ധിച്ച് ഇന്നത്തെ സുവിശേഷമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് സുവിശേഷമായിട്ട് ആ ചിന്ത ഇതാണ്: നമ്മുടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുക എന്നതിനേക്കാൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവരാകുക എന്നുള്ളതല്ലേ വിശിഷ്ടം എന്നുള്ളതാണ് ചിന്ത. മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളോട് ആരെങ്കിലും ഗൗരവത്തിൽ ചോദിക്കുകയാണ് എന്ന് വരും, എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നേ? ഈ ചോദ്യങ്ങൾക്ക് ആത്യന്തികമായിട്ട് മനസാന്നിധ്യത്തോടു കൂടി ഉത്തരം പറയുകയാണെങ്കിൽ അവര് പറയും, ഞാൻ ഇത് ചെയ്യുന്നത് തമ്പുരാന് വേണ്ടി ചെയ്യുക. അത് വീട്ടിലായാലും നാട്ടിലായാലും പള്ളിയിലായാലും സന്യാസ സമൂഹങ്ങളിലായാലും ഞാൻ ഈ ഭാരം ചുമക്കുന്നത് തമ്പുരാന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് സാധാരണ നന്നായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ പറയുക. എന്നാൽ മനസാക്ഷിയുടെ സ്വരമൊന്നും വലിയ കാര്യമായിട്ട് ഗണിക്കാതെ അങ്ങനെ ജീവിക്കുന്ന പലരും കൂടെ ഈ ചോദ്യം ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണത്? അവര് പറയും, എനിക്ക് ശരിയാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ശരികളുടെ വലിയ ശരിയാണ് ദൈവം, പക്ഷെ അവര് ദൈവം എന്നൊന്നും പറയില്ല. അപ്പൊ ആത്യന്തികമായിട്ടുള്ള അപഗ്രഥനത്തില് അവരും പറയുന്നത് ശരികളുടെ വലിയ ശരിക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു, ശരിയാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു. സഹോദരനായിട്ട് കലഹിക്കുന്ന വ്യക്തിയും ആ വ്യക്തിയുടെയും ഉത്തരം ഇത് തന്നെയാകും. ഇപ്പൊ ഈ സാഹചര്യത്തില് ഇങ്ങനെ കലഹിക്കേണ്ടതാണെന്ന് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കലഹിക്കുന്നു. അവനൊരു പാഠം പഠിക്കട്ടെ. വീട്ടിൽ ബഹളുണ്ടാക്കുന്ന വ്യക്തിക്കും ആത്യന്തികമായിട്ടുള്ള ഉത്തരം ഇതായിരിക്കും, ഇപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. സമൂഹത്തില് സാമൂഹ്യദ്രോഹികളായിട്ട് അധോലോകത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോടും ചോദിച്ചാൽ ആത്യന്തികമായിട്ട് അവർ പറയും, ഇതാണ് ഇപ്പൊ വേണ്ടത് എന്നാണ് എന്റെ ബോധ്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. കള്ളുകുടിയന്മാരും അങ്ങനെ തന്നെ പറയും. എന്നല്ല, ഈ ലോകത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള യുദ്ധങ്ങള്, കലാപങ്ങള്, നരഹത്യകള്, കൊള്ളകള്, ഇതൊക്കെ അപഗ്രഥനം ചെയ്താലും ആത്യന്തികമായിട്ടുള്ള ഉത്തരത്തിലേക്ക് അത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് യുദ്ധം ചെയ്യണത്, അത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അവനെ അടിക്കണത്, അവളെ അടിക്കണത്. അത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ സമരം, അത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ടല്ലേ എല്ലാം അടിച്ചു പൊളിക്കുന്നത്, ആളുകളെ പോലും കൊല്ലുന്നത്. അതപ്പോ ആവശ്യമാണെന്നത് മനസ്സിലായത് കൊണ്ടാണ്. ഇതാണ് ആത്യന്തികമായിട്ടുള്ള ഉത്തരമായിട്ട് വരണത്. പക്ഷെ അതിലേക്ക് മനുഷ്യൻ അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഉത്തരത്തിന്റെ ഒക്കെ അർത്ഥം എന്താ? ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. എല്ലാ യുദ്ധങ്ങളും ദൈവത്തിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമുക്കാൽ യുദ്ധങ്ങളും ലോകത്തിൽ നടന്നിട്ടുള്ളത്. അപഗ്രഥനം ചെയ്തു വരുമ്പോ അങ്ങനെയാണ്. ഇന്ന് ആളുകളെ കൊന്നൊടുക്കുന്ന പോലും ദൈവത്തിന് വേണ്ടിയല്ലേ, ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി. ഈ അവസരത്തിലാണ് വേറൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ ആകേണ്ടത്, അതോ ദൈവത്തെ തിരഞ്ഞെടുക്കേണ്ടവരാണോ നമ്മളാകേണ്ടത്? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിനറിയാന്നേ, അത് നമ്മുടെ ഓശാരൊന്നും വേണ്ട, നമ്മുടെ റെക്കമെൻഡേഷനും വേണ്ട. ദൈവത്തിന് ഇന്ന അവസരത്തിൽ എന്താ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ദൈവത്തിനറിയാം. അത് നമ്മുടെ പ്രത്യേകിച്ചൊരു പിന്തുണയൊന്നും വേണ്ട.
നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നവര് ആകുക എന്നുണ്ടെങ്കിൽ ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, ഞാനല്ല. അതല്ലേ പൗലോസിയെ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, എന്നിലുള്ള യേശുവാണ് പ്രവർത്തിക്കുന്നത്, ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ് കണ്ടെത്തിയതിന്റെ അർത്ഥം അതല്ലേ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പ്രവർത്തനമാകണം, ദൈവത്തിന് പ്രവർത്തിക്കണമെന്ന് ഒരിക്കലേ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ഒരു മനുഷ്യൻ എന്ന വിധത്തിലെ ഈ മണ്ണിലുള്ള ജീവിതത്തിന്റെ അവസാന ആ ഒരാഴ്ചക്കാലം അത് ആരംഭം കുറിക്കുന്നതാണ് ഓശാന ഞായർ. ഓശാന ഞായർക്ക് ദിവസം ആളുകൾ ആർത്തുരമ്പി ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞിട്ട് ആർത്തുരമ്പി കഴുതപ്പുറത്തിരിക്കുന്ന യേശുവിനെ അങ്ങനെ അകമ്പടി സേവിച്ചു പോകുക. അവരുടെ വസ്ത്രങ്ങള് റോട്ടിൽ വിരിക്കുന്നു, വൃക്ഷച്ചില്ലകള് ഒടിച്ച് വിതറുന്നു, എല്ലാവരും ഓശാന ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞ് പാടുന്നു. ഇത് കണ്ടപ്പോ ചിലർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഫരീസയരിലാണത്. ആ ഒരു അസ്വസ്ഥത പ്രകടമാക്കി കണ്ടപ്പോ യേശു ക്രിസ്തു പറയുന്നു, ഇപ്പോ ഓശാന വിളിക്കേണ്ട സമയം, അവരാ വിളിക്കട്ടെ. ഇനി അവര് വിളിച്ചില്ലെങ്കിൽ ഈ റോട്ടിലെ കല്ലുകളെ പോലും ജനസമൂഹമാക്കിയിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്റെ പിതാവായ ദൈവത്തിന് കഴിയുണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത് ദൈവത്തിനറിയാം. ഇതാ യേശുവിന്റെ മനസ്സ്. അല്പം കൂടി വിനാഴിക കഴിഞ്ഞിട്ട് പട്ടാളക്കാർ യേശുവിനെ പിടിക്കാൻ വരും. പിടിക്കുന്നു. കണ്ടു നിൽക്കുന്ന ശമയോൻ പത്രോസിന് സഹിച്ചില്ല. ആളുടെ കയ്യിലുള്ള ഒരു വാളെടുത്തിട്ട് ഉടനെ ആഞ്ഞു കൊട്ടുന്നു. ആ പട്ടാളക്കാരിൽ ഒരുവന്റെ ചെവി അറ്റുവീഴുന്നു. യേശു ക്രിസ്തു കണ്ടിട്ട് പറയുന്നു, പത്രോസേ, നിന്റെ വാള് പുറയിലെടുക്കുക. എന്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷണനേരം കൊണ്ട് 12-ലേറെ വ്യൂഹം മാലാഖമാരെ അയച്ച് എന്നെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അതുകൊണ്ട് വാളെടുക്കുന്നവൻ വാളാൽ നിശയ്ക്കും. ഇതിന്റെ അർത്ഥം എന്താ? നമ്മളാരും ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടണ്ട. ദൈവത്തെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രാപ്തനാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ തെരഞ്ഞെടുക്കണം. ജെറൂസലം പുത്രിമാരോട് വിലപിക്കുന്ന സ്ത്രീകളോട് യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ പറ്റിയിട്ടൊന്നും വിലപിക്കണ്ട. അടി കൊണ്ടതൊക്കെ ഞാൻ തുടച്ചോക്കാം. നിങ്ങൾ വിലപിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും നിങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റിയിട്ടും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ നമ്മളൊക്കെ ദൈവത്തിന്റെ സംരക്ഷകരാ. ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ബഹളം? തെരുവിലിറങ്ങുന്നു. നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ളതല്ലേ പഠിപ്പിക്കുക എന്ന് പറയണത്. വിദ്യാഭ്യാസം, മാതൃസേവനം, അതിന് തൊട്ടുകളിക്കുമ്പോ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തൊട്ടുകളിച്ചു ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ തെരുവിലിറങ്ങുന്നു. ബന്ധ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കാൻ ദൈവത്തിനറിയാമേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങൾക്ക് വേണ്ടത് എന്നെ നിങ്ങൾക്ക് വേണോ വേണ്ടേ? ഇതാണ് പ്രശ്നം. എന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഞാൻ വേണ്ടോണം പ്രവർത്തിക്കാം. ഇതിലേക്കല്ലേ നിങ്ങൾ കടന്നു വരേണ്ടത് എന്നാണ് ആ ചിന്ത. ഈ ചിന്തയുടെ കൂടുതല് എന്നെ സ്വാധീനിക്കാൻ ഇടവന്നത്, കൂടുതല് അതിന്റെ പശ്ചാത്തലം ഒരുക്കിയത് ഈ ധ്യാന ദിവസങ്ങളിൽ ഞാൻ വായിക്കാൻ ഇടവന്ന ഒരു പുസ്തകമാണ്. പ്രതീക്ഷയുടെ സാക്ഷ്യം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് എഴുതിയ ആള് ബിഷപ്പ് ഫ്രാൻസിസ് വാൻതുവാൻ. ആര് ഈ ബിഷപ്പ് ഫ്രാൻസിസ് വാൻതുവാൻ എന്നും എങ്ങനെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതെന്നും നമ്മളൊന്നും അറിയണം. ബിഷപ്പ് വാൻതുവാൻ ഒരു വിയറ്റ്നാമീസ് ബിഷപ്പാണ്. അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ ബിഷപ്പായിട്ട് അവരോധിതനായി. 6-ാം പൗലോസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ബിഷപ്പാക്കിയത്. ബിഷപ്പാക്കി അപ്പോ വിയറ്റ്നാം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭാവനയിലേക്ക് കൊണ്ടുവരണം. ചൈന പോലെയുള്ളൊരു രാജ്യം. കത്തോലിക്ക വിശ്വാസം പരസ്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല.
കത്തോലിക്ക വിശ്വാസത്തനുസരിച്ച് ജീവിതം ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം നിഷേധമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഷേധമാണ് ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ. ആ അവസരത്തിലാണ് ഇദ്ദേഹം ബിഷപ്പായിട്ട് അവരോധിതനാകുന്നത്. ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ബിഷപ്പ് തന്റെ രൂപതയിൽപ്പെട്ട രഹസ്യത്തിൽ കഴിയുന്ന കത്തോലിക്കരെ യഥാർത്ഥത്തിൽ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബപരമായിട്ടും വേദോപദേശപരമായിട്ടും ഒക്കെ അവരെ കൂടുതൽ കൂടുതൽ ഉത്സാഹത്തിലേക്ക് വളർത്താൻ വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ 1975 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം ഗവൺമെന്റിന്റെ പട്ടാളക്കാർ വന്ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നു. വേറെ അപ്പീലൊന്നുമില്ല. എന്താ കുറ്റം? നിഷേധിച്ചിട്ടുള്ള മതപ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതാണ് ബിഷപ്പ് ചെയ്ത കുറ്റം. അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ജയിലിൽ 13 വർഷം അദ്ദേഹം കിടക്കേണ്ടി വന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. 13 വർഷം വിവിധങ്ങളായിട്ടുള്ള ജയിലുകളിൽ കിടന്നവനാണ് ഈ ബിഷപ്പ്. ഈ 13 വർഷത്തിൽ 9 വർഷവും ഏകാന്ത തടവിൽ ഒരു വ്യക്തിയായിട്ടും ഒരു തരത്തിലും സമ്പർക്കം അനുവദിക്കാത്ത ഏകാന്ത തടവിൽ ഏകനായിട്ട് സെല്ലിൽ കഴിച്ചുകൂട്ടിയവരാണ് 9 കൊല്ലം ഈ ബിഷപ്പ്. ചെയ്ത തെറ്റ് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ജീവിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇദ്ദേഹമാണ് വാൻ ടു വാൻ എന്നറിയപ്പെടുന്ന ബിഷപ്പ് ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹത്തിന് ഈ അറസ്റ്റ് ഹൃദയഭേദകമായിട്ട് തോന്നി. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് എന്റെ കൊച്ചു സഭയെ പരിപോഷിക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള ബിഷപ്പ്, ഈ ബിഷപ്പിന്റെ ഉത്തരവാദിത്വം ഞാൻ ആസൂത്രണം ചെയ്തിട്ട് ജനങ്ങളെ ഞാൻ ഉത്തേജിപ്പിക്കാൻ വേണ്ടി വളർത്താൻ വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാഥ, നിനക്ക് വേണ്ടി ഞാൻ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയില് ഇങ്ങനൊരു ദുരന്തം എനിക്ക് സംഭവിച്ചാൽ ആര് നിന്റെ ജനത്തെ നോക്കും? ആര് ആ ജനത്തെ വളർത്തും? ഇതാണ് ഹൃദയഭേദകമായിട്ട് തോന്നി. ഉറക്കമില്ല പിതാവിന്, ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത്രയും കഷ്ടകരമായിട്ടുള്ളൊരു ചിന്ത. ആരും ഞാൻ രൂപതയെ നോക്കും? ഇങ്ങനെ ജനരാത്രങ്ങൾ ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങൾ. ഈ അവസരത്തിലാണ് ഒരു ചിന്ത പിതാവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഫ്രാൻസിസേ, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ ജീവിതത്തിൽ എന്നെ നീ ആഗ്രഹിക്കുന്നുണ്ടോ തിരഞ്ഞെടുക്കാൻ? അതോ എന്റെ പ്രവർത്തനങ്ങളാണ്, എനിക്ക് വേണ്ടിയാണ് നീ കാര്യങ്ങളെ രൂപതയിൽ ചെയ്യുന്നത്? അത് എനിക്ക് നിന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാം മോനെ. നീ തന്നെയൊന്നുമല്ല ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ എനിക്ക് ഏൽപ്പിക്കാവുന്നത്. നിന്നേക്കാൾ മിടുമിടുക്കത്തോടു കൂടി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് വേണമെന്നൊരിക്കൽ ആ രൂപതയിൽ വേറെ ആളെ ആക്കാം. നീ എന്തിനു വിഷമിക്കുന്നു? നിനക്ക് എന്നെ ആവശ്യമുണ്ടോ? അത് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ പ്ലാൻ ചെയ്യാനാണോ നീ ആഗ്രഹിക്കുന്നത്? എന്നെ നിനക്ക് ആവശ്യമുണ്ടോ? ഈ ഒരു ചിന്തയാണ് പിതാവിന്റെ മനസ്സിലേക്ക് കയറി വന്നത്. പിതാവ് വളരെ ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിച്ചു. പിതാവ് എത്തിച്ചേർന്ന നിഗമനം ഇതാണ്: എനിക്ക് നീ മതി. നിനക്ക് വേണ്ടി ഞാൻ ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങള് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ നടത്തിക്കോ. എനിക്ക് നീ മതി. പിതാവ് ശാന്തനായി. പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സ് ശാന്തമായി. നീണ്ട വർഷങ്ങള്, 9 വർഷം ഏകാന്ത തടവ്, ശേഷിച്ച 4 വർഷം വിവിധങ്ങളായിട്ടുള്ള തടങ്കൽ പാളയങ്ങളിൽ താമസിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വിമുക്തനായ അവസരത്തിൽ റോമൻ കൂരിയയിലാണ് അദ്ദേഹത്തിന് ജോലി. ആ അവസരത്തിലാണ് ദിവംഗതനായിട്ടുള്ള പുണ്യശ്ലോകനായ ജോൺ പോൾ മാർപ്പാപ്പ 2000 ആണ്ടിലെ മഹാജൂബിലിയോടനുബന്ധിച്ച് നോമ്പുകാലത്തിലെ വാർഷിക ധ്യാനം നടത്താൻ വേണ്ടി ഈ പിതാവിനെ തിരഞ്ഞെടുക്കുന്നത്.
പരിശുദ്ധ പിതാവിന്റെ 2000 ആണ്ടിലെ വാർഷിക ധ്യാനം നടത്താൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ധ്യാന ഗുരുവാണ് ഈ ബിഷപ്പ് ഫ്രാൻസിസ് സേവിയർ വാൻതുവാൻ. അദ്ദേഹം പരിശുദ്ധ പിതാവിനോടും റോമൻ കൂരിയയിൽ പ്രവർത്തിക്കുന്ന ഉന്നതസ്ഥാനീയരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ധ്യാനം പ്രസംഗിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ധ്യാന പ്രസംഗത്തില് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഇടകലർന്നു വരുന്നു. ധ്യാനം കഴിഞ്ഞ അവസരത്തില് പരിശുദ്ധ പിതാവ് ധ്യാന ഗുരുവിനെ സമീപിച്ച് പറയുന്നു, സഹോദര, അങ്ങയുടെ ആവേശപരമായിട്ട് അങ്ങയുടെ മനസ്സിൽ നിന്ന് ഉതിർന്നു വന്ന മുത്തുമണികൾ ഒരു പുസ്തക രൂപേണ പ്രകാശനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും. പിതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ബിഷപ്പ് ഫ്രാൻസിസ് സേവിയർ വാൻതുവാൻ അതൊരു പുസ്തകമായിട്ട് പ്രവേശനം ചെയ്തത്. ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിനെ ഇംഗ്ലീഷിൽ നാമകരണം ചെയ്തത്. അതിന്റെ മലയാളത്തിലുള്ള നാമകരണം വിവർത്തനം വന്നിരിക്കുന്നു. അതാണ് പ്രത്യാശയുടെ സാക്ഷ്യം എന്ന നാമത്തിലെ ആ പുസ്തകം മലയാളത്തിൽ ഇന്ന് ലഭ്യമാണ്. അധികം നാളായിട്ടില്ല ആ പുസ്തകം രംഗപ്രവേശം ചെയ്തിട്ട്. അദ്ദേഹത്തിന്റെ ഈ ചിന്ത, പല ചിന്തകൾ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു ചിന്തയാണ്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണോ നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തെ നമ്മൾ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുകയാണോ വേണ്ടത്? എനിക്ക് തോന്നുന്നു ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്താൽ ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനല്ല. എന്നെ സംബന്ധിച്ചും ഞാനല്ല, നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളല്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു ഒരിക്കലും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കട്ടെ. ഒരു കാര്യം എനിക്ക് സാക്ഷ്യം നൽകാൻ തന്നെ എനിക്ക് തോന്നുന്നു, ഈ ചിന്ത ഇന്നാണ് ആ തരത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്ന് ഒരിക്കലും അല്പം കാലങ്ങൾക്ക് മുമ്പ് ഈ മാർത്തോമാ സ്മൃതി തരംഗം എന്ന പേരുണ്ടാകാനും ഇടവന്ന ആ ചിന്തയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോഴും, ആ ചിന്തയിൽ കൂടി ഞാൻ പുരോഗമിച്ചപ്പോഴും, ആ ചിന്ത പരിസമാപ്തി എത്തിയപ്പോഴേക്കും ഒരു കാര്യം എനിക്ക് വസ്തുനിഷ്ഠമായിട്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനം എന്ന രീതിയിലല്ല എനിക്കത് തോന്നുന്നത്. ദൈവം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. ഈ ബോധ്യം എന്നിൽ ഉണ്ടായത് ഇത് കണ്ടിട്ടുള്ള ആളുകളുടെ ആശയവിനിമയത്തിൽ നിന്ന് എന്റെ മനസ്സിന് രൂപപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞാനല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് എനിക്ക് അതിലുള്ള പങ്ക് ദൈവത്തെ തെരഞ്ഞെടുക്കാൻ ഇടവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന് ഞാൻ പറയുന്നതല്ല, സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാലാണ് ശരി. ഒരു നിക്ഷിപ്ത താല്പര്യമില്ലാതെ വസ്തുനിഷ്ഠമായി തുറന്ന മനസ്സോട് കൂടിയിട്ട് അതിനെ വീക്ഷിക്കുന്ന ആസ്വദിക്കുന്ന ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ ഇടവരുന്നു. ദൈവം അത് സ്പർശിച്ചിട്ടുള്ളത് കൊണ്ട് ചിന്ത എന്റെ മനസ്സിലെ പണ്ടേ ഉണ്ടായി കാണണം. അതുകൊണ്ടല്ലേ അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ഇപ്പൊ ഇത്ര ഉറപ്പ് തോന്നുന്നത്. ഇങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നുന്നു, ഇത് പഴയ ചിന്തയാണല്ലോ. ഇന്നത്തെ സുവിശേഷത്തിൽ മാതാവ് ഇത് പണ്ടേ ചെയ്തിട്ടുണ്ടല്ലോ. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. നമ്മുടെ അമ്മ കന്യാമറിയം ഇത് തന്നെയല്ലേ അന്നും ചെയ്തത്? എന്താ കന്യാമറിയം ചെയ്തത്? ഒരു കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലെ ആ ഒരു പെൺകുട്ടി വളർന്നു. വലിയ ഒരു കൊമ്പാസുകാരിക്കൊന്നുമല്ല, സാമാന്യ രീതിയിൽ നല്ലൊരു സ്വഭാവം അച്ചടക്കത്തോടുകൂടി വളരുന്ന, വലിയ സമ്പത്തൊന്നുമില്ല വീട്ടിലെ, വളരെ നന്നായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ബോധ്യമനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ തീരുമാനിച്ചിരുന്നു. അതിലൊന്നാം തരം ഒരു തീരുമാനമാണ്, എന്റെ കന്യത്വം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. കുടുംബജീവിതമല്ല എനിക്ക്. ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ കുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു ഉറച്ച തീരുമാനമാണ്, എന്റെ ജീവിതം കുടുംബജീവിതമല്ല,
അത് തെറ്റായിട്ടൊന്നുമല്ല, അത് മോശമായതുകൊണ്ടല്ല. എന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് അത് എന്റെ കന്യാത്വം ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ആ തരത്തിലൊരു ജീവിതമായിരുന്നു ആ പെൺകുട്ടി വീട്ടിൽ വെച്ച് നടത്തിയിരുന്നേ. അതിനനുസരിച്ച് ചില കൂറുപാടുകൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ളിൽ സന്തോഷമൊക്കെ കണ്ടെത്തി, അമ്മ വയസ്സായി, അപ്പനും വയസ്സായി, അവരൊക്കെ സാധിക്കുന്ന രീതിയിലൊക്കെ സഹായിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകുകയായിരുന്നു ആ പെൺകുട്ടി. ഏത് പെൺകുട്ടിയെ പറ്റിയാ പറയണത്? നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം. അപ്പോഴാണ് ഒരു ദിവസം ഒരു ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ആ ആള് പറയുന്നു, മറിയമേ സ്വസ്തി. എന്താ പദങ്ങനെ? നിന്നിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ബോധം കെട്ടി വീഴണമെന്നില്ല ഈ പെൺകുട്ടി. എന്താ ഈ പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിന്നിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു, നീ ദൈവത്തിന്റെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും ഒന്നും ബോധമൊന്നും കിട്ടുന്നില്ല. നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പെൺകുട്ടി ഉടനെ ചാടി എഴുന്നേറ്റു. അത് നീ ആരാ നിശ്ചയിക്കാൻ? ഞാൻ എന്റെ കന്യത്വം ദൈവത്തിന് സമർപ്പിതമാണ്. എന്റെ ജീവിതം കുടുംബ ജീവിതമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിന് ഈ തീരുമാനം എടുക്കാൻ എനിക്ക് അധികാരമില്ലേ? എനിക്ക് അവകാശമില്ലേ? ചില പെൺകുട്ടികൾ പറയില്ലേ, കല്യാണം കഴിക്കുന്നത് ആരെയാണെന്ന് തീരുമാനിക്കാൻ ഞാനല്ലേ നിശ്ചയിക്കട്ടെ, എന്നോട് ചോദിക്കാതെ അപ്പൻ എന്തിനാ അത് നിശ്ചയിച്ചേ എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഇന്ന് വരുന്നുണ്ടല്ലോ. തെറ്റില്ല, ശരിയുണ്ടതില്. ഈ പെൺകുട്ടി അത് എന്റെ തീരുമാനമാണെന്നേ. ഞാൻ അതിന് പുരുഷനൊന്നും അറിയില്ലല്ലോ. എന്ന് വെച്ചാൽ ഞാൻ കുടുംബ ജീവിതത്തിലേക്ക് അല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നൊക്കെ പറയണത്? ആ ദൂതൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഈ സാധാരണ രീതിയിലുള്ള കുടുംബജീവിതമല്ല കുട്ടി. ദൈവത്തിന് അസാധ്യം വല്ലതുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കും. നിന്നിൽ നിന്ന് പിറക്കുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയത്തിന് ഒരു കുട്ടി ചോദ്യങ്ങളുണ്ടായി കാണും. ആ ചോദ്യങ്ങൾ മുഴുവനും അങ്ങട് ചോദിച്ച് അതിന് സംശയങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നപ്പോ മറിയം പറഞ്ഞ വാചകം കണ്ടു, ഞാൻ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നീ മതി, ദൈവം മതി. എന്ന് വെച്ചാൽ നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ. നിനക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തീരുമാനിച്ച കാര്യങ്ങളല്ല നടക്കേണ്ടത്. നീ എന്റെ ജീവിതത്തിലേക്ക് മതി, അത് സംഭവിക്കട്ടെ. ഇതല്ലേ ഈ കാര്യം ഇരിക്കുന്നത്? അത് സംഭവിച്ചപ്പോ ഉണ്ടായ വിപത്തുകൾ വേറെ. ആ വിപത്തുകൾ നേരിടാനുള്ള ശക്തി ആ പെൺകുട്ടിക്ക് കിട്ടിയത് എവിടെ നിന്നായിരിക്കണം? ദൈവത്തിന് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള വൈഭവങ്ങൾ നടത്തുകയായിരുന്നെങ്കിൽ ആ പെൺകുട്ടി കലങ്ങിയനെ. ഒൻപൂത്രി അവള് പോയി ഞാൻ പോകുന്നത് പറഞ്ഞ് തൂങ്ങിത്തത്തേനെ. ഈ പെൺകുട്ടിക്ക് മനസ്സ് എവിടുന്ന് കിട്ടി? ഏകപുത്രൻ തൂങ്ങി മരിക്കുന്ന അവസരത്തില് ആ കുരിശിന്റെ ചോട്ടിൽ ബോധം കെടാതെ നിൽക്കാനുള്ള ധൈര്യം ഈ പെൺകുട്ടിക്ക് എവിടുന്ന് കിട്ടി? പെൺകുട്ടിക്ക് ഈ ധൈര്യം കിട്ടിയത് ദൈവത്തിന് വേണ്ടി ഞാൻ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളല്ല ഞാൻ ചെയ്യാൻ തയ്യാറായത്. എനിക്ക് നിന്നെ മതി, ദൈവത്തെ മതി. അപ്പൊ നിന്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. നിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ഈ ഒരു ചിന്തയായിരിക്കണം ആ നല്ല അമ്മയ്ക്ക് അങ്ങനെ നിൽക്കാനുള്ള കേൾപ്പുണ്ടായി കാണാൻ. ഏത് ജീവിതത്തിന്റെ പതർച്ചകളിലും അടിപതറാതെ പോകാൻ സാധിച്ചത് ഇതായിരിക്കുള്ളൂ എന്നാ എന്റെ ചിന്ത. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ കരണീയമായിട്ടുള്ളത് നമ്മളൊക്കെ ദൈവത്തിന്റെ സംരക്ഷകരാകാൻ പരിശ്രമിക്കാതെ മക്കളെ. ദൈവത്തിന് സംരക്ഷിക്കാൻ ദൈവത്തിനറിയാം. നമ്മള് ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണോ വേണ്ടേ? ദൈവം നമ്മളിൽ പ്രവർത്തിക്കണോ വേണ്ടേ? അങ്ങനെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തിനാ ബേജാറ്? നമ്മൾ എന്തിനാ വെപ്രാളം? ദൈവത്തിന് വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളൊരു ജീവിതമല്ലേ ഉത്കൃഷ്ടം? ആ ഒരു ചിന്തയല്ലേ ശ്രേഷ്ഠം?
എന്നൊരു വ്യത്യാസപ്പെട്ട ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ ഈ ധ്യാനം എന്നെ ഉപകരിച്ചു എന്നുള്ളതാണ് സത്യം. അത് ജീവിച്ചു വരണം. അത് ജീവിച്ചു വരണത് ജീവിതത്തിൽ കൂടിയാണത് ജീവിച്ചു വരേണ്ടത്. അത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നർത്ഥം. നമുക്ക് ഒന്നിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകുക എന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നവരാകാൻ വേണ്ടി ഇടവരാൻ നമുക്ക് ഒരുക്കമുള്ളവരാകാം.